രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം നിലവിൽ 250-ലധികം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദമായ JN1 വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ കേസുകൾ കൂടുതൽ ജാഗ്രതയോടെയാണ് ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത്. സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഒമിക്രോൺ വകഭേദമായ JN1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ ഓരോ ആഴ്ചയും 28% കേസുകൾ കൂടുന്നതായാണ് നിലവിലെ കണ്ടെത്തൽ. മഹാരാഷ്ട്രയിൽ ഒരാഴ്ച കൊണ്ട് രോഗബാധിതരുടെ എണ്ണം 12-ൽ നിന്ന് 56 ആയിരിക്കുകയാണ്. കേരളത്തിൽ 182 കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 66 കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക, ഗുജറാത്ത്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച 2 പേരുടെ മരണം ആശങ്കയുണ്ടാക്കിയെങ്കിലും ഇവർക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും രോഗം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ നിലവിലില്ലെന്നും ICMR പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ 33,000-ലധികം പേർക്ക് കോവിഡ് ബാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹോങ്കോങ്ങിൽ 31 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 2023 ഓഗസ്റ്റിലാണ് JN1 വകഭേദം ലോകാരോഗ്യ സംഘടന തിരിച്ചറിയുന്നത്. ഒമിക്രോണിന്റെ മറ്റൊരു വകഭേദമായ ഇതിന് 30ഓളം രൂപഭേദങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. JN1 വകഭേദത്തിന്റെ ഉപവിഭാഗമായ LF7-ഉം NB1.8-ഉമാണ് നിലവിലെ സിംഗപ്പൂരിലെ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗത്തിനും കാരണമായിരിക്കുന്നത്. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ JN1 വകഭേദം ഉപയോഗിച്ചിട്ടുണ്ടെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.